MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, നിങ്ങളൊരു PUBG പ്ലെയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു PUBG പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രോ പ്ലെയർ ആകാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചും, നിങ്ങൾക്ക് PUBG ഗെയിമിൽ നിങ്ങൾക്ക് ഏതൊക്കെ വെപ്പൺസാണ് ലഭിക്കുക എന്നും, അതിൽ ഏതൊക്കെ വെപ്പൺസാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുക എന്നും, ഏതൊക്കെ വെപ്പൺസിലാണ് കൂടുതൽ ഡാമേജ് ലഭിക്കുക എന്നതിനെക്കുറിച്ചും എല്ലാമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഗൈഡ് ഫോർ PUBG ലോഡ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ നെയിം. ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് PUBG പ്ലേയേഴ്സിനെ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. PUBGയിലെ നിങ്ങൾ നൽകിയിരിക്കുന്ന നെയിം ഇവിടെ സെർച്ച് ചെയ്ത് അവരുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ, നിങ്ങൾക്ക് ഏതൊക്കെ ഗണ്ണാണ് ലഭിക്കുന്നത്, ആ ഗണ്ണിൽ എത്രയാണ് ഡാമേജ് കൗണ്ട് വരുന്നത് എന്നൊക്കെ തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾക്ക് താഴെയായിട്ട് കാണാം മൂന്നാമതായ ഒരു ഓപ്ഷൻ, ഇൻഫോ എന്ന്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവിധ ഗണ്ണുകളും ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഡാമേജ് നൽകുന്ന ഗണ്ണ് AKM ആണ്. ഡാമേജ് 49 ആണ് വരുന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ഗണ്ണും ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. G36C 43, MK47 49 വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് M762 47 ഡാമേജ് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ഏതൊക്കെ ഗണ്ണാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായി യൂസ് ചെയ്യാൻ സാധിക്കുക എന്ന്. ഇപ്പോൾ AR റൈഫിളിൽ നിങ്ങൾക്ക് AKM-ഉം അതേപോലെ തന്നെ ഗ്രോസയുമാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് നൽകുന്ന ഗണ്ണ്. നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു ഗണ്ണ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ SR, അതായത് നിങ്ങൾ സ്നൈപ്പർ ഗണ്ണിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ AWM, നിങ്ങൾ കളിക്കുന്നവരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സിംഗിൾ ഷോട്ടിൽ തന്നെ എനിമി നോക്കൗട്ട് ആവുക, അല്ലെങ്കിൽ AWM-ൽ നിങ്ങൾക്ക് 1 ഷോട്ടിൽ തന്നെ എനിമിയെ കൊല്ലാൻ വേണ്ടി സാധിക്കും. അതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കാർ 98 75 ആണ് ഇതിൻ്റെ ഡാമേജ് വരുന്നത്. പിന്നീട് M24 ഉണ്ട് 79. പിന്നീട് വരുന്നത് Win 94 ആണ്. ഇതിൽ നിങ്ങൾക്ക് ഷോട്ട് ഗണ്ണായിട്ടാണ് ഇത് സ്നൈപ്പർ യൂസ് ചെയ്യാൻ സാധിക്കുക. അതേപോലെ തന്നെ പിന്നീട് വരുന്ന ഒരു ഗണ്ണാണ് DP28. ഈ ഗണ്ണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഡാമേജ് 51 ആണ്. അതായത് AKM-ലേക്കാളും കൂടുതൽ ഡാമേജാണ് നിങ്ങൾക്ക് ഈ DP28-ൽ ലഭിക്കുന്നത്. ഇതിൻ്റെ റീലോഡിങ് കുറച്ച് ടൈം കൂടുതലാണ് എന്നല്ലാതെ നിങ്ങൾക്ക് ബാക്കിയൊക്കെ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടും നിങ്ങൾക്ക് റീകോയിലൊക്കെ വളരെ കുറഞ്ഞതുമായ ഒരു ഗണ്ണാണ് DP28. പിന്നീട് നിങ്ങൾക്കറിയാം DMR, അതേപോലെ തന്നെ SG എല്ലാം തന്നെ ഷോട്ട് ഗണ്ണും അതേപോലെ തന്നെ SMG റൈഫിളും ഇതിൻ്റെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഡാമേജ് എത്ര നൽകും എന്നും കൂടി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റായി കാണുന്നത് സാധാരണ മിലി വെപ്പണാണ്. മിലി വെപ്പൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്രൗബാർ അതേപോലെ തന്നെ പാൻ എന്നൊക്കെ പോലെയുള്ള 4 ഐറ്റംസുകളാണ്. ഇതിൽ നിങ്ങൾക്ക് ഡാമേജ് 60 ആണ് ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡാമേജ് ലഭിക്കുന്നത് ഇത് പാൻ അറ്റാക്കിൽ മാത്രമാണ്. സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നതും പാൻ അറ്റാക്ക് തന്നെയായിരിക്കും. അതായത് 80 ഡാമേജാണ് ഇതിൽ ലഭിക്കുന്നത്. മൂന്നാമതായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗ്രാനേഡ്, അതേപോലെ തന്നെയുള്ള സ്മോക്ക് ഗ്രാനേഡ് എന്നിവ പോലെയൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നീട് ഏതൊക്കെ ബുള്ളറ്റാണ് ഇതിൽ വരുന്നത് എന്നും അത് ഏതൊക്കെ ഗണ്ണിലാണ് സപ്പോർട്ട് ചെയ്യുക എന്നും എല്ലാം തന്നെ ഇതിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ, നിങ്ങളൊരു PUBG സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സർപ്രസും ഫോർഗ്രിപ്സും അതേപോലെ തന്നെ എല്ലാവിധ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ സ്കോപ്പ് ഏതൊക്കെയാണ് വരുന്നത്. ഇതിൽ 15x സ്കോപ്പ് ഉണ്ട്, പക്ഷേ അത് ഇതുവരെയായിട്ടും ലോഞ്ച് ആയിട്ടില്ല. അത് ഏതൊക്കെ ഗണ്ണിലാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന PUBGയിൽ ഇതുവരെയായിട്ടും ഈ ഒരു 15x സ്കോപ്പ് അവൈലബിൾ ആയിട്ടില്ല. എങ്കിലും ഇതിൽ അത് നൽകിയിരിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഏതൊക്കെ ഐറ്റംസുകൾ ഏതൊക്കെ ഗണ്ണിനാണ് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ബാക്ക് പാക്ക്, അതേപോലെ തന്നെ ഹെൽമെറ്റ്, വെസ്റ്റ് എല്ലാം തന്നെ ഇതിൽ നൽകിയിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മെഡിക്കിറ്റ്, അതേപോലെ തന്നെ വെഹിക്കിൾസ് ഏതൊക്കെയാണ്. ഇതിൽ കുറേ വെഹിക്കിൾസൊന്നും നമ്മുടെ ഇന്ത്യൻ, അതായത് ഗ്ലോബൽ വെർഷനിൽ അവൈലബിൾ ആയിട്ടില്ല. എങ്കിലും ചൈനീസ് വെർഷനിലൊക്കെ നമുക്ക് ലഭിക്കാത്ത പല വെഹിക്കിൾസും അവൈലബിൾ ആണ്. പിന്നീട് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും അഡ്വാൻറ്റേജ് ആയ ഒരു ഫീച്ചർ മാപ്പാണ്. മാപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ മാപ്പാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നിവിടെ കാണാൻ സാധിക്കും. റാങ്കിൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഓപ്ഷൻസ് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. പല കളറിലും പല രീതിയിലുമുള്ള. ഇതിൽ നിങ്ങൾക്ക് താഴെയായിട്ട് നൽകിയിട്ടുണ്ട് ഗ്രാഗസ് എന്ന
ഈ ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് ഹൈ ചാൻസ് ഓഫ് വെഹിക്കിൾ, അതായത് കൂടുതലും വെഹിക്കിൾ ലഭിക്കാൻ സാധിക്കുന്ന പ്ലേസുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഓരോരോ രീതിയിലുള്ള ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, ഇപ്പോൾ റെഡ് റൗണ്ടുമായിട്ട് വന്നിട്ട്, അതായത് നിങ്ങൾക്ക് റെഡ് സോൺ വരുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഹൈ റിസ്കി പ്ലേസ് ആണ്. കാരണം നിങ്ങൾക്ക് വളരെയധികം എനിമീസ് ഇറങ്ങുന്ന ഒരു പ്ലേസാണ് റെഡ് മാർക്കായി കാണിച്ചിരിക്കുന്നത്. അതേപോലെ യെല്ലോ മാർക്ക് കാണിച്ചിരിക്കുന്നത് മീഡിയം റിസ്ക് ആണ്. അതായത് ആളുകൾ ഉണ്ടാവാനും അതേപോലെ തന്നെ ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ യെല്ലോ മാർക്ക് നിങ്ങൾക്കിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലൂട്ട് ലഭിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം, ഒരു ഹെൽമെറ്റിൻ്റെ ഒരു സിമ്പിൾ നൽകിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലൂട്ട് ലഭിക്കുന്ന പ്ലേസുകളിലാണ് ഈ ഒരു രീതിയിൽ ഹെൽമെറ്റ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലൂട്ട് ലഭിക്കുന്ന ഒരു പ്ലേസാണിത്. അതേപോലെ ബോട്ട് എവിടെയൊക്കെ ലഭിക്കും, അതേപോലെ തന്നെ എല്ലാവിധ ഡീറ്റെയിൽസും മാപ്പിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ മാപ്പും ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിലേതൊക്കെയാണ് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് നല്ല ലൂട്ട് ലഭിക്കുക എന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് സേഫായി ഇറങ്ങാൻ സാധിക്കുന്ന പ്ലേസുകൾ ഏതൊക്കെയാണെന്നും എല്ലാം തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്കിതിൽ ലഭിക്കുന്നത് നിങ്ങൾക്ക് ഡാമേജ് കാൽക്കുലേറ്റർ ആണ്. ഡാമേജ് കാൽക്കുലേറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്കും എനിമിക്കും എത്ര ഷോട്ടിലാണ് കിൽ ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു കാൽക്കുലേറ്ററാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഹെഡിൽ നിങ്ങൾ ലെവൽ 3 ഹെൽമെറ്റും അതേപോലെ തന്നെ ബോഡിയിൽ ലെവൽ 3 വെസ്റ്റും വെപ്പണിൽ ഏറ്റവും ഡാമേജ് കൂടിയ ഒരു വെപ്പണുമാണുള്ളത് എങ്കിൽ, അതേപോലെ തന്നെ എനിമിക്ക് ലെവൽ 1ഉം അതേപോലെ തന്നെ വെസ്റ്റിൽ 1ഉം UMP9 ആണ് ഞാൻ എനിമിക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, എനിമിയെ ഹെഡ് ഷോട്ട് ചെയ്യുകയാണെങ്കിൽ ഓൺലി 2 ഷോട്ടിൽ എനിമി ഡെഡ് ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ നെക്ക് ഷോട്ടിലാണെങ്കിൽ 2 ഷോട്ടാണ് എനിമി ഡെഡ് ആവണമെങ്കിൽ. ചെസ്റ്റ് ഷോട്ടാണെങ്കിൽ 3 ബുള്ളറ്റിൽ എനിമി ഡെഡ് ആവും. അതേപോലെ തന്നെ എല്ലാവിധ കാൽക്കുലേറ്ററും ഇവിടെ നൽകിയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എനിമിക്കാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ലെവൽ 3 ഹെൽമെറ്റും അതേപോലെ തന്നെ ലെവൽ 3 വെസ്റ്റും ഉപയോഗിച്ചിട്ടുള്ളവരെ കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ഹെഡ് ഷോട്ട് ചെയ്യണം. അതേപോലെ തന്നെ നെക്ക് ഷോട്ട് ആണെങ്കിൽ 6 ഷോട്ട് നൽകണം. ചെസ്റ്റ് ഷോട്ട് ആണെങ്കിൽ 6 ബുള്ളറ്റ്. അതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങൾ ലെവൽ 3 ഹെൽമെറ്റും അതേപോലെ തന്നെ ലെവൽ 3 വെസ്റ്റും നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗണ്ണും, ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് എല്ലാവർക്കും വരുന്നത് ഗണ്ണിലാണ്. ഏത് ഗണ്ണാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് AKM, പക്ഷേ അതിൽ റീകോയിലിംഗ് കൂടുതലാണ്. നിങ്ങൾക്ക് റീകോയിലിംഗ് കൂടുതലില്ലാത്ത ഗണ്ണെന്ന് വെച്ചാൽ DP28 ആണ്. DP28 ഗണ്ണാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഡാമേജ് കൊടുക്കാൻ സാധിക്കുന്നതും അതേപോലെ തന്നെ നിങ്ങൾക്ക് റീകോയിലില്ലാതെ കളിക്കാൻ സാധിക്കുന്നതുമായ ഗൺ. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.